ഐസക് ന്യൂട്ടൻ ലോകം കണ്ട ഏറ്റവും മികച്ച പൈലറ്റായിരുന്നു എന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ തമാശയായി തോന്നാം കേട്ടോ. എന്നാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പാഠപുസ്തകത്തിൽ ആ കടുങ്കൈ നടന്നിരിക്കുന്നു. കഥ ഇവിടെയും തീരുന്നില്ല കേട്ടോ. കർണാടകയിലെ പ്രശസ്തമായ ഹംപി ക്ഷേത്രത്തിന്റെ ചിത്രം കൊടുത്തിട്ട് താഴെ എഴുതി കാണിക്കുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രം എന്നാണ്. ഒഡീഷയിലെ നിയമഗിരി കുന്നുകൾ തൂക്കിയെടുത്ത് ജാർഖണ്ഡിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. പോരാത്തതിന് കർണാടക നിയമസഭാ മന്ദിരത്തിന്റെ പടം കാണിച്ചിട്ട് ഇതാണ് ഒഡീഷ നിയമസഭ എന്നും കുട്ടികളെ പഠിപ്പിക്കുന്നു. ഒഡീഷയിലെ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സർക്കാർ പുതിയ അധ്യയന വർഷത്തിൽ ഇറക്കിയ പുസ്തകങ്ങളിലാണ് കേട്ടോ ഈ അവിശ്വസനീയമായ തെറ്റുകൾ. വെറുമൊരു അച്ചടിപ്പിശക് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയില്ല. കാരണം 1ഉം 2ഉം തെറ്റല്ല കേട്ടോ ആ പുസ്തകങ്ങളിലുള്ളത്. 1678 തെറ്റുകളാണ് ആ പുസ്തകങ്ങൾ മൊത്തത്തിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പിഴവുള്ളത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 705 തെറ്റുകൾ. താപനിലയെ മർദ്ദമെന്നും ഫുഡ് വെബിനെ ഫുഡ് സൈക്കിൾ എന്നും വരെ ആ പുസ്തകത്തിൽ തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 24 അംഗ വിദഗ്ധ സമിതി ഒരു വർഷത്തോളം ഇരുന്നു തയ്യാറാക്കിയ പുസ്തകമാണ് കേട്ടോ ഇത്. AI ഉപയോഗിച്ചാണ് പുസ്തകം തയ്യാറാക്കിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിലല്ല കേട്ടോ തെറ്റ്. പക്ഷേ അത് നോക്കി തിരുത്തേണ്ടുന്ന മനുഷ്യന്റെ വിവേകം എവിടെ പോയി എന്നതിലാണ് തെറ്റ്. അവർ ആ പണം ഉപയോഗിച്ച് സത്യത്തിൽ എന്തു ചെയ്യുകയായിരുന്നു? പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ തകർക്കുന്ന ഒടുക്കത്തെ ഉദാഹരണമാണിത്. ഇത്രയും വലിയൊരു വീഴ്ച പുറത്തു വന്നപ്പോൾ സർക്കാർ ചെയ്തതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? കുട്ടികളുടെ ഭാവി വെച്ച് കളിച്ച SCRT മുൻ ഡയറക്ടർ മനോജ് പതിയെയും മറ്റു ചില ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഉയർന്ന ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കി സർക്കാരിന് കൈകഴുകാനാകുമോ ഈ കുറ്റത്തിൽ നിന്ന്? ഇല്ല എന്നു തന്നെയാണ് ഉത്തരം. ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടുന്നത് ആ പുസ്തകങ്ങൾ പിൻവലിച്ച് കുട്ടികൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുതിയവ നൽകുക എന്നതാണ്. പക്ഷേ അടുത്ത വർഷമേ പുതിയ പുസ്തകം ഇറക്കൂ എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അതായത് ഈ തെറ്റായ പുസ്തകങ്ങൾ തന്നെയാണ് ഈ അധ്യയന വർഷം മുഴുവൻ ആ കുട്ടികൾ പഠിക്കേണ്ടത്. തെറ്റുകൾ തിരുത്താൻ അധ്യാപകർക്ക് ഒരു തിരുത്തൽ പട്ടിക നൽകിയിട്ടുണ്ടത്രേ. പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകർ ഇത് നോക്കി കുട്ടികൾക്ക് തിരുത്തി കൊടുക്കണം പോലും. ക്ലാസ് മുറികളിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും കൊണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്താണ് ഒഡീഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വൻ വീഴ്ച ഉണ്ടാകുന്നത്.